മേരീസ് ലവ്ലി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന 2 ദിവാലി സ്വീറ്റ്സ് തയ്യാറാക്കാം. ഞാനിവിടെ ബേസൻ മിൽക്ക് പൗഡർ ബർഫിയും കോക്കനട്ട് ലഡുവുമാണ് തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് ബർഫി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് കടലമാവും 1/2 കപ്പ് മിൽക്ക് പൗഡറും 1/2 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് ഘീയും 1 ടീസ്പൂൺ cardamom പൗഡറും കുറച്ച് ആൽമണ്ടും എടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 1/4 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് കടലമാവ് ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുക. കടലമാവ് കരിഞ്ഞു പോകരുത്. കടലമാവിന്റെ റോസ് സ്മെല്ലൊന്ന് മാറി കിട്ടണം. നമ്മൾ ഒരു 5 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യുമ്പോഴേക്കും ഈ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറി ഇതിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരും. ഇപ്പോൾ ഇതിന്റെ ആ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ കാർഡമം പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് നമ്മൾ 1/2 കപ്പ് ഷുഗർ ആണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഷുഗർ സിറപ്പ് 1 സ്ട്രിംഗ് കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത്. ഇനി ഇത് 1 സ്ട്രിംഗ് കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതുപോലെ വിരലിൽ തൊട്ടിട്ട് നോക്കിയാൽ മതി. ഇപ്പൊ നമ്മുടെ 2 വിരലിന്റെ ഇടയിൽ വെച്ച് നോക്കുമ്പോൾ നമുക്കത് ഒരു നൂൽ പരുവമായിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവും. ഇപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ആ കടലമാവിന്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ബർഫി തയ്യാറാക്കാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ആ ട്രേയിലേക്ക് പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇപ്പൊ ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. എല്ലാം ഒന്ന് മിക്സ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഇരുന്നാൽ തണുത്ത് കഴിയുന്തോറും ഇത് പെട്ടെന്ന് തന്നെ കട്ടിയായി പോകും. അതുകൊണ്ട് ഇങ്ങനെ വെച്ചേക്കരുത്. വേഗം തന്നെ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിന്റെ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് വെക്കാം. ഇതിന്റെ മുകളിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ആൽമണ്ട് ചോപ്പ് ചെയ്തതും കൂടി ഇടുന്നുണ്ട്. അതും കൂടെ ഇട്ടിട്ട് അതും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കാം. ഇപ്പൊ ഇത് തണുത്തിട്ടുണ്ട്. നമുക്കിതൊരു ട്രേയിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുക്കാം. ട്രേയിൽ നിന്ന് പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ താഴെ ഒരു ബട്ടർ പേപ്പർ വെച്ചത്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് എടുക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ ബേസൻ മിൽക്ക് പൗഡർ ബർഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പം ഈ ദിവാലിക്ക് ഇങ്ങനെ ഒരു സ്വീറ്റ്സ് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്ക് കടയിൽ നിന്ന് വാങ്ങി കൊടുക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കോക്കനട്ട് ലഡുവും കൂടെ തയ്യാറാക്കാം.
ഇതിന് നമുക്ക് സ്റ്റൗ കത്തിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കയ്യിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അത് മതി. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ സാധാരണ തേങ്ങ ചിരണ്ടിയതുണ്ടെങ്കിൽ അത് നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കേണ്ടി വരും. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുത്താൽ മതി. ഞാനിവിടെ 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് വേണം ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഈ കോക്കനട്ട് ഒന്ന് നമുക്ക് കയ്യിൽ പിടിച്ച് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് കണ്ടൻസ്ഡ് മിൽക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കയ്യിലൊരൽപ്പം നെയ്യ് പുരട്ടിയിട്ട് നമുക്കിത് ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഓരോ ലഡുവും നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ അകത്തിട്ട് ഒന്നുകൂടെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം തയ്യാറാക്കിയെടുക്കാം. ലഡു എല്ലാം നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ദിവാലി സ്വീറ്റ്സ് 2 എണ്ണം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കമൻസ് ഒക്കെ ഒന്ന് അറിയിക്കുക. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.